തിരൂരിൽ തന്നെ പ്രസിദ്ധമായ തലക്കടത്തൂർ ഓവുങ്ങൽ വയലത്തൂർ റോട്ടിലെ പാറാൾ പള്ളിയിലെ നേർച്ചയ്ക്ക് പിന്നിലെ ചുരുങ്ങിയ ചരിത്രമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ബഹുമാനപ്പെട്ട വടക്കൻ പോക്കർ മുസ്ലിയാർ എന്ന മഹാൻ, അബ്ദുൽ ജവാബി എന്ന മഹാനരെ സന്ദർശിക്കാനായി പാറാൾ പള്ളി സ്ഥിതി ചെയ്യുന്ന തിരൂർ തലക്കടത്തൂർ ഓവുങ്ങൽ എന്ന പ്രദേശങ്ങളിൽ വരുന്നത് പതിവായിരുന്നു. ഈ കാലയളവിൽ നാട്ടുവാസികൾക്ക് ചില പകർച്ചവ്യാധികൾ, വസൂരി, വയറിളക്കം പോലെയുള്ള മാറാവ്യാധിയായി വരുന്നത് മഹാനായ വടക്കൻ പോക്കർ മുസ്ലിയാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പരിഹാരമായ ഔസുല്ലാദം തങ്ങളുടെ മേൽ റാത്തീബ് നടത്തി അതിലേക്ക് ഭക്ഷണം നിയത്താക്കുകയും അതിൽ നിന്ന് തന്നെ ബർക്കത്തിനായി എടുക്കുകയും ചെയ്യുക എന്ന് മഹാനവറുകൾ നിർദ്ദേശിക്കുകയുണ്ടായി. ചുരുങ്ങിയ കാലയളവിൽ നാട്ടിലെ മാറാവ്യാധികൾക്ക് ശമനം വരികയും നാടിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ഇതിലൂടെ പ്രാപിക്കാനും കഴിഞ്ഞു എന്നതാണ് ചരിത്രം. കഴിഞ്ഞ 125 കൊല്ലമായി റബിയുൽ ആഖിർ 25-ന് ഇതേ നേർച്ചയിലേക്ക് ഇന്ത്യയുടെ തന്നെ പല കോണുകളിൽ നിന്നുമുള്ള ആളുകൾ വരികയും പ്രത്യേകിച്ച് രോഗശമനത്തിനും മറ്റുമായി പത്തിരി, കോഴി, ആട് എന്നിവ നേർച്ചയാക്കുകയും അതിൽ നിന്ന് തിരികെ ബർക്കത്തിനായി എടുക്കുകയും ഒക്കെ ഇവിടുത്തെ രീതികളായി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഔസുല്ലാദം തങ്ങളുടെ വിശിഷ്ടമായ കറാമത്തിൻ്റെ തെളിവ് തന്നെയാണ് പ്രസിദ്ധമായ പാറാൾ നേർച്ചയുടെ സുഗമമായ നടത്തിപ്പിൽ 1000-ഓളം വരുന്ന കോഴികളും ആടുകളും യഗരപത്രി എന്ന പ്രത്യേക പേരിൽ പറയപ്പെടുന്ന അരിപ്പത്രിയുമാണ് നേർച്ചയിലെ ഭക്ഷണം. റാത്തീബിനായി വരുന്ന ആളുകൾക്ക് പ്രത്യേക സജ്ജമാക്കിയ ഭക്ഷണ വിതരണ സ്പോട്ടുകളും എല്ലാം പള്ളി പരിസരത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. പള്ളിയുടെ അടുത്തും അകലെയുമായി നാനാ കോണുകളിലും നിരവധി കച്ചവടക്കാരും ആളുകളുടെ തിരക്കുമല്ല ഇവിടെ പതിവാണ്. 2 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഇമ്പമാർന്ന റാത്തീബ് ഒലികളും ഭക്ഷണ വിതരണത്തിൻ്റെ ഒരുമയും ജാതിപഥമന്യേ ഒഴുകിയെത്തുന്ന ആളുകളും പാറാൾ പള്ളിയിലെ നേർച്ചയുടെ പെരുമ തന്നെയാണ്. പാറാൾ പള്ളിയിൽ നിന്നും കുറച്ചകലെ സ്ഥിതി ചെയ്യുന്ന മഹാനായ ഹബീബ് കോയ തങ്ങൾ മക്ബറയും കാണാം. സിയാറത്തിനായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സജ്ജമാക്കിയിട്ടുണ്ട്. ഔസുല്ലാദം തങ്ങളുടെ അപാരമായ കറാമത്തിന്റെ ഫലം കൊണ്ടും പാറാൾ നേർച്ചയുടെ ഫലം നേടിയ വിശ്വാസികളുടെ എണ്ണം മാഷാ അല്ലാഹ് ഇന്നും പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ നേർച്ച. ഇൻഷാ അല്ലാഹ് മറ്റൊരു കാഴ്ചയും സ്ഥലങ്ങളും കഥകളുമായി വീണ്ടും കാണാം. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഓർക്കുമല്ലോ.